നമുക്ക് വാട്ടർ കളർ മാത്രം യൂസ് ചെയ്തിട്ട് കുറച്ച് വിൻറ്റേജ് ജേർണൽസ് അപ്ലൈസ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കുറച്ച് സ്റ്റിക്കേഴ്സാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ഒരു സ്കെയിൽ കൊണ്ട് കുറച്ച് വട്ടം വരച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഈ സ്കെയിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കുപ്പിയുടെ മൂടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ട് വരച്ചു കൊടുക്കാം. ഇതേപോലത്തെ സ്കെയിൽ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. പിന്നെ നമ്മുടെ വാട്ടർ കളർ എടുത്തിട്ട് ഇതേപോലെ വെള്ളത്തിൽ മുക്കിയിട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ആൽക്കഹോൾ മാർക്കേഴ്സ് ഒന്നും ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഇതേപോലെ വാട്ടർ കളർ ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഞാനിതാ ഇഷ്ടപ്പെട്ട എല്ലാ കളേഴ്സും ഇതേപോലെ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ വിൻറ്റേജ് എന്ന് പറയുമ്പോൾ ബ്രൗൺ മാത്രമല്ലല്ലോ, എല്ലാ കളേഴ്സും വരുന്നത് കൊണ്ട് ഞാൻ ഗ്രീന്, ബ്ലൂ അങ്ങനെ കൈ കിട്ടിയ എല്ലാ കളറും ഇതേപോലെ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ കളറടിയൊക്കെ കഴിഞ്ഞിട്ട് ഇതേപോലെ നമ്മൾ ആ വരച്ച ഭാഗം വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ എല്ലാത്തിനും നമ്മുടെ സ്കെച്ച് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ബോർഡർ വരച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ സ്റ്റിക്കറിൻ്റെ ഉള്ളിൽ ഡിസൈൻ വരച്ച് തുടങ്ങിയപ്പോഴാണ് ഫോണിൽ സ്റ്റോറേജ് കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കുന്നത് അങ്ങോട്ട് നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എടുത്തു നോക്കിയപ്പോഴാണ് കാണുന്നത് ആദ്യം നമ്മൾ വരച്ച ഡിസൈൻ ഒന്നും വീഡിയോയിൽ വന്നിട്ടില്ല. അപ്പോൾ ഇത്രേ ഉള്ളൂ. നമ്മുടെ സാധാ പെൻ വെച്ചിട്ട്, ജെൽ പെൻ ഒന്നും വേണമെന്ന് ഒരു നിർബന്ധവും. സാധാ പെൻ വെച്ചിട്ട് നമുക്കിഷ്ടമുള്ള ഡിസൈൻസ് ഇതേപോലെ ആ റൗണ്ടിൻ്റെ ഉള്ളിൽ വരച്ചു കൊടുക്കുക. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഡിസൈൻസ് വരയ്ക്കാൻ അറിയില്ലെങ്കിൽ എൻ്റെ പോലെ പിൻട്രസ്റ്റ് ഒക്കെ റെഫർ ചെയ്തിട്ട് ഇതേപോലെ ഡിസൈൻസ് ഒക്കെ വരച്ചു കൊടുക്കാം. അങ്ങനെ എല്ലാ ഡിസൈനും വരച്ചു കഴിഞ്ഞിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ സ്റ്റിക്കേഴ്സ് എല്ലാം ഇതേപോലെ തിരിച്ചിട്ടിട്ട് നമ്മുടെ ഫെവി സ്റ്റിക്ക് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ഡ്രൈ ആക്കാൻ വെക്കാം. അടുത്ത് നമുക്ക് കുറച്ച് വിൻറ്റേജ് ഫ്രെയിംസ് ഉണ്ടാക്കാം. ഒരു A4 ഷീറ്റ് ഇതേപോലെ എടുത്തിട്ട് ഫ്രീ ഹാൻഡ് ആയിട്ട് തന്നെ നമ്മൾ ഇതേപോലെ കുറച്ച് ഷേപ്സ് വരച്ചു കൊടുക്കുന്നുണ്ട്. ആദ്യം തന്നെ ഒരു ഓവൽ ഷേപ്പ് ഫ്രെയിമാണ് വരയ്ക്കുന്നത്. ഇതേപോലെ 2 ലെയറായിട്ട് വരച്ചു കൊടുക്കുക. പിന്നെ അതിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ റാ 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 എഴുതി പഠിക്കുക. അങ്ങനെ ആ റാ 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 കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് വലിയ റാ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഒരു ലെയറും കൂടെ വരച്ചിട്ട് ഇടയിലിടയിൽ ഇതേപോലെ കുറച്ച് കുത്തിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഫ്രെയിം കൂടെ റെഡി ആയിട്ടുണ്ട്. അടുത്ത ഫ്രെയിം വരയ്ക്കാനായിട്ട് ഒരു സ്ക്വയർ ഇതേപോലെ വരച്ചു കൊടുക്കുക. പിന്നെ അതിൻ്റെ ഉള്ളിലും ഇതേപോലെ കുറച്ച് ലെയേഴ്സൊക്കെ വരച്ചിട്ട് ആ ഗ്യാപ്പിൻ്റെ ഉള്ളിൽ ഇതേപോലെ ഒന്ന് ലൈൻസ് വരച്ചു കൊടുക്കുക. പിന്നെയും ഒരു ലെയർ വരച്ചിട്ട് അതിൻ്റെ 4 അറ്റത്തും ഇതേപോലെ കുറച്ച് ഫ്ലവേഴ്സ് വരച്ചു കൊടുക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ. രണ്ടാമത്തെ ഫ്രെയിമും കൂടെ റെഡി ആയിട്ടുണ്ട്. മൂന്നാമത്തെ ഫ്രെയിമും ഒരു സ്ക്വയർ ഫ്രെയിമാണ്. അപ്പോൾ നമ്മളൊരു സ്ക്വയർ വരച്ചിട്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് അടുത്തൊരു സ്ക്വയർ വരയ്ക്കുക. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഇതേപോലെ നമ്മുടെ ജിലേബിയൊക്കെ പോലത്തെ ഒരു സാധനം വരച്ചു കൊടുക്കുക. ഞാൻ ഈ എല്ലാ ഫ്രെയിമിൻ്റെ ഡിസൈൻസും പിൻട്രസ്റ്റിൽ ഇൻസ്പയർഡ് ആയിട്ടാട്ടോ ചെയ്യുന്നത്. പിൻട്രസ്റ്റിൽ പോയിട്ട് വിൻറ്റേജ് ജേർണൽ ഫ്രെയിംസ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇതേപോലത്തെ കുറേ ഡിസൈൻ വരും. നിങ്ങൾക്ക് അപ്പോൾ ഇഷ്ടമുള്ളത് ഇതേപോലെ വരച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ലാസ്റ്റത്തെ ഫ്രെയിമും കൂടെ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ടോട്ടൽ ഒരു 9 ഫ്രെയിംസ് നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്യുമ്പോഴേ പുറത്ത് വരച്ച ഡിസൈനിൻ്റെ മുകളിൽ കൂടി ഇതേപോലെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഉള്ളിൽ ഈ വൈറ്റ് പോർഷൻ ഇല്ലേ അതും കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമ്മുടെ ഫ്രെയിം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കളർ ചെയ്ത് കൊടുക്കാം.
ഞാനിവിടെ എല്ലാത്തിനും ഇതേപോലെ ബ്രൗൺ കളർ അടിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു നിർബന്ധവും ഇല്ല, വൈറ്റ് ഫ്രെയിം ആയാലും ഭംഗിയാണ് കാണാൻ. അപ്പോൾ എല്ലാതും ഇതേപോലെ കളർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വിൻറ്റേജ് ഫ്രെയിംസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്ത് നമുക്ക് കുറച്ച് വിൻറ്റേജ് സ്റ്റാമ്പ്സ് ഉണ്ടാക്കാം. A4 ഷീറ്റ് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾക്ക് ഇഷ്ടമുള്ള വീതിക്ക് അനുസരിച്ച് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക. എത്ര സ്റ്റാമ്പ്സ് വേണം അതിനനുസരിച്ച് ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അറ്റത്ത് കട്ട് ചെയ്യരുത്. ഇതേപോലെ നടുക്കിൽ കട്ട് ചെയ്തിട്ട് ഓപ്പോസിറ്റും അതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സ്റ്റാമ്പിൻ്റെ പോലെ കിട്ടും. ഇപ്പോൾ ഇവിടെ 2 സൈഡിൽ സ്റ്റാമ്പ് ആയി ഉണ്ടായിരുന്നില്ല, ഞാൻ കട്ട് ചെയ്തതിൻ്റെ കുഴപ്പമാണ്. അപ്പം ഞാൻ അവിടെയും ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ശരിയായി. ഇതേപോലെ 3 എണ്ണം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് കളർ അടിക്കാനായിട്ട് എല്ലാത്തിനും ഇതേപോലെ ആദ്യം ഒന്ന് ബോർഡർ വരച്ച് കൊടുക്കുന്നുണ്ട്. ഇഷ്ടമുള്ള കളർ ഇതേപോലെ ഞാനൊന്ന് ബോർഡർ വരച്ചിട്ട് ഉള്ളിലൊന്ന് കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ വൈറ്റ് ഫ്രെയിം പുറത്ത് വരുമ്പോഴാണ് രസം, അതുകൊണ്ടാണ് ഇതേപോലെ ഫുള്ളായിട്ട് കളർ അടിക്കാത്തത്. ഇതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ ചോയ്സ് ആട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ തന്നെ കളർ അടിക്കാൻ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ നമ്മുടെ ബ്ലാക്ക് സ്കെച്ച് വെച്ചിട്ടാണ് ഇതിൽ കളർ ചെയ്യുന്നത്. അങ്ങനെ കുറച്ച് ഇലകളും പൂക്കളും എല്ലാം വരച്ചു കൊടുക്കുന്നുണ്ട്. അടുത്ത കുറച്ച് സെൻറ്റൻസ് സ്റ്റിക്കേഴ്സാണ്. നമുക്ക് ഇഷ്ടമുള്ള സെൻറ്റൻസും മോട്ടിവേഷൻ ആയിട്ടുള്ളതും ഇൻസ്പിറേഷണൽ ആയിട്ടുള്ളതും ഒക്കെ ഇതേപോലെ ഒന്ന് എഴുതി കൊടുത്തിട്ട് ജസ്റ്റ് കട്ട് ചെയ്തെടുക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ സെൻറ്റൻസ് സ്റ്റിക്കേഴ്സ് ഇത്രേ ഉള്ളൂ. ഇനി ഇത് നിങ്ങൾക്ക് കളർ ചെയ്യണമെന്നുണ്ടെങ്കിൽ കളർ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കളർ ചെയ്യുന്നില്ല. അടുത്ത നമുക്ക് കുറച്ച് ഡോട്ടഡ് സ്റ്റിക്കേഴ്സ് വരയ്ക്കാം. അതിനും ഇതേപോലെ തന്നെ റൗണ്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇതിനിത്തിരി ചെറിയ റൗണ്ടാണ് വരയ്ക്കുന്നത്. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സൊക്കെ ഇതേപോലെ ഒന്ന് അടിച്ചു കൊടുക്കാം. ഞാനിവിടെ എൻ്റെ കയ്യിലുള്ള എല്ലാ കളേഴ്സും ഇതേപോലെ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ. നമ്മളെ കളേഴ്സൊക്കെ അടിച്ച് കഴിഞ്ഞിട്ട് എല്ലാതും ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിന് നമ്മൾ ബോർഡർ ഒന്നും വരയ്ക്കണില്ല കേട്ടോ, ഇങ്ങനെ തന്നെ കട്ട് ചെയ്തെടുക്കുന്നത്. അടുത്തത് നമ്മുടെ പാറ്റേൺ പേപ്പേഴ്സാണ്. അതിന് ഞാൻ ഈ ഒരു ഷേപ്പിൽ നമ്മുടെ A4 ഷീറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ സ്പോഞ്ചിൽ കുറച്ച് വെള്ളമാക്കിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളർ എടുത്തിട്ട് പേപ്പറിൽ ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഏത് ഡിസൈനാണോ കിട്ടുന്നത് അതാണ് നമ്മുടെ പാറ്റേൺ. അങ്ങനെ ഈ ഒരു ഭാഗത്ത് എല്ലാത്തിലും കളർ ചെയ്ത് കൊടുത്തിട്ട് ബ്ലൂയിൽ മുക്കിയിട്ട് ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് ഈ സ്പോട്ടിൽ വന്ന ഡിസൈനാണ്, അപ്പോൾ ഞാൻ അതങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അടുത്തത് ഇതേപോലെ ഫുള്ളായിട്ട് ബ്രൗൺ കളറിൽ ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് 2 സ്ഥലത്ത് കൂടെ ഇതേപോലെ ഒരു ലീഫ് വരച്ചു കൊടുക്കുന്നുണ്ട്. അടുത്ത പാറ്റേൺ വേറൊരു കളറിൽ മുക്കിയിട്ട് ഇതേപോലെ സിഗ്സാഗ് ഷേപ്പിൽ ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നത്തെ ഇതേപോലെ കുറച്ച് ലൈൻസ് ഇങ്ങനെയൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൽ ഡാർക്ക് ബ്രൗൺ കൊണ്ട് കുറച്ച് ഫ്ലവേഴ്സും വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പാറ്റേൺ പേപ്പേഴ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. 4 പാറ്റേൺ പേപ്പേഴ്സാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അടുത്ത നമ്മൾ കുറച്ച് വാഷി ടേപ്പാണ് ഉണ്ടാക്കുന്നത്. വിൻറ്റേജ് വാഷി ടേപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഞാൻ 4 എണ്ണം ഇവിടെ ഉണ്ടാക്കുന്നുള്ളൂ. നമ്മുടെ ബ്രൗൺ കളർ അടിച്ചിട്ട് ഇതേപോലെ ഗ്രിഡ് ലൈൻസ് ആണ് ആദ്യം ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ അടുത്തതിലും കുറച്ച് ബ്രൗൺ കളർ അടിച്ചു കൊടുത്തിട്ട് നമ്മുടെ ലീവ്സ് വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അടുത്തത് ഞാനൊരു സ്കൈ ആണ് ഉദ്ദേശിച്ചത്. പിന്നെ ഞാൻ മേഘം വരയ്ക്കുന്നതിന് പകരം കുറച്ച് ഹാർട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട്.
അടുത്ത വാഷി ടേപ്പ് വളരെ സിമ്പിളാണ്, കുറച്ച് പൂക്കൾ വരച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ വാഷി ടേപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള സപ്ലൈസ് ഒക്കെ വെച്ചിട്ട് നമുക്കൊരു ജേർണലിങ് ചെയ്യാം. ആദ്യം തന്നെ പാറ്റേൺ പേപ്പർ ഞാൻ ഇതേപോലെ ഒന്ന് കീറിയിട്ട് 2 കോർണറിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ സ്റ്റിക്കറിൽ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഉണങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിൻ്റെ ബാക്കിൽ ഇതേപോലെ കുറച്ച് വെള്ളം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ സ്റ്റിക്ക് ആയിക്കോളൂ കേട്ടോ. പിന്നെ ഞാനിതാ ഈ ഒരു ഫ്രെയിം എടുത്തിട്ട് ഇവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതേപോലെ നമ്മുടെ ഡോട്ടഡ് സ്റ്റിക്കേഴ്സ് 4 എണ്ണം ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഈ സൈഡിൽ 4 എണ്ണം ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് സെൻറ്റൻസ് സ്റ്റിക്കേഴ്സ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ സ്റ്റാമ്പ് എടുത്തിട്ട് ഈ ഒരു സൈഡിൽ ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ വാഷി ടേപ്പ് എടുത്തിട്ട് താഴ്ഭാഗത്ത് ഇതേപോലെ ആയിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് മോട്ടിവേഷണൽ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടമുള്ള എന്തോ എഴുതാട്ടോ. പിന്നെ വാഷി ടേപ്പ് എടുത്തിട്ട് ഈ ഒരു സൈഡിലും കൂടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ജേർണലിംഗ് കൂടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.